ഹായ് കൂട്ടുകാരെ, ഞാൻ സൗമ്യ എം വേലപ്പൻ. വായനമുറ്റം ബാലവേദി മെൻ്ററാണ്. വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി വായനമുറ്റം അവതരിപ്പിക്കുന്ന മീരാഭിന്നും വായനമുറ്റം കൂട്ടുകാരും എന്ന പരിപാടിയിലേക്ക് ഞാനും കൂടിച്ചേരുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ. നല്ല വായന നമ്മെ അറിവിൻ്റെയും നന്മയുടെ വഴിയിലൂടെയും നയിക്കുന്നു. എന്നാൽ വായനാശൂന്യമായ ഒരു സാഹചര്യം നമ്മെ നന്മയിൽ നിന്നും അറിവിൽ നിന്നുമൊക്കെ ഒരുപാട് മാറ്റി നിർത്തുന്നു. ആകയാൽ എല്ലാവർക്കും വായനയുടെ ലോകത്തേക്ക് എത്തിപ്പെടുവാനും വായനയെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ആസ്വദിക്കുവാനും സാധിക്കട്ടെ. അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കി തരുന്ന ഒരിടമാണ് വീട്ടുമുറ്റത്തെ ഗ്രന്ഥപുര വായനാമുറ്റം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രാധാന്യം നൽകുകയും അവരുടെ സർഗാത്മക കഴിവുകളൊക്കെയും മെച്ചപ്പെടുത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരിടം, ഒരു കൂട്ടായ്മ, അതാണ് വായനാമുറ്റം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിദ്യാലയം എന്നുള്ളത് വീടാണ്. അതേ അന്തരീക്ഷം തന്നെ ലഭ്യമാക്കുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നുണ്ട് ഒരു കുട്ടിക്ക്. ഒരു പാരൻ്റ് എന്ന നിലയിൽ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഇത്തരം സാഹചര്യം സുതാര്യമായ പ്രവർത്തനങ്ങളോട് കൂടിയിട്ടുള്ളതുമായിട്ടുള്ളൊരു അന്തരീക്ഷം നിലനിർത്തുന്ന ഇതിൻ്റെ സ്ഥാപക പ്രവീണ ചേച്ചിക്ക് ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കെല്ലാവർക്കുമായി ഒരു പുസ്തകം പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ നാം എല്ലാവരും ജീവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവരുടെ താല്പര്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിച്ചും ഒക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരാളെ തിരിച്ചറിയുകയോ ചിന്തിക്കുകയോ ഓർക്കാറ് പോലും ഉണ്ടാവില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നോ രണ്ടോ ആളുകളെക്കുറിച്ച് അവരുടെ പേര് നമ്മൾ പറയുമായിരിക്കും. അപ്പോഴും നമ്മൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും സവിശേഷമായ ഗുണങ്ങളിലൊന്നാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വയം സാന്ത്വനിപ്പിക്കാനും അതിൽ നിന്ന് കരുത്താർജിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുക എന്നത്. നമ്മുടെയൊക്കെ ഈ സ്വഭാവ സവിശേഷത, നമ്മളിലൊക്കെയും അന്തർലീനമായിട്ടുള്ള ഇത്തരം സ്വഭാവ സവിശേഷത വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൽ നിമ്ന വിജയ്. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന ചാൾസ് ബുക്കോവ്സ്കിയുടെ തീം കോറിലാണ് ഈ കഥ ആരംഭിക്കുന്നത് തന്നെ. 20 വയസ്സുകാരിയായ അതിഥി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നു വന്ന ആളുകളും അവർ അവൾക്ക് നൽകുന്ന പ്രിയവും അപ്രിയവുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ നോവലിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ നോവൽ അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ഈ ലോകത്ത് ഇപ്പോൾ മറ്റൊരാളെക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് എന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അതിഥി എന്നാണ്. അതെ, ഈ നോവൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ എന്ന പോലെ അവരവരുടെ ഉള്ളിലേക്ക് ഏറ്റവും ഇഷ്ടത്തോടെ നോക്കുവാൻ, എല്ലാ കുറവുകളും മായ്ച്ചുകൊണ്ട് സ്വയം സ്നേഹിക്കുവാനുള്ള ഒരു ഊർജം സ്വായത്തമാക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വായനാനുഭവമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൽ നമുക്ക് കാണുവാൻ സാധിക്കുക.
അത്തരത്തിലൊരു വായനാനുഭവം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.